ഇതുണ്ടല്ലേ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് ഓവറായിട്ട് തീർന്നു കഴിഞ്ഞുള്ളൊരു പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് പാഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പ മാർഗ്ഗമുണ്ട്. അതായത് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടി കുഴിയൊക്കെ വരും. ഇപ്പോൾ ചില വണ്ടികളിൽ ഈ പിസ്റ്റൺ താഴാതേക്ക് വരും. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ 2-3 ബ്രേക്ക് പാഡ് മേടിക്കുക, ഒരു ഒറിജിനൽ മേടിക്കുന്ന സമയത്താണ്. ഹലോ ഗൈസ്, മോട്ടോ ജെൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നൊരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൻ്റെ ഒക്കെ ഡിസ്ക് തന്നെ വണ്ടി ടൈപ്പിൻ്റെ നമുക്ക് ഡിസ്ക് പാഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഫുള്ള് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഹോണ്ട ഷൈനിൻ്റെ ഈ ഒരു ബൈക്കിൻ്റെ ബ്രേക്ക് പാഡാണ് നമ്മളിന്ന് മാറ്റാൻ പോണേ. അപ്പം ഇതിന് എന്തൊക്കെ ടൂൾസ് വേണ്ട ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. നമുക്കൊരു 12 ടീ സ്പാനർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിങ് ഉപയോഗിച്ചാലും മതി. പിന്നെ ഒരു 8-ൻ്റെ ഒരു ടീ സ്പാനർ വേണം. പിന്നെ സാധാ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം, സാധാ ഒരു മൈനസുള്ള സ്ക്രൂ ഡ്രൈവർ ഒരെണ്ണം വേണം. പിന്നെ ഒരു മങ്കി പ്ലെയറും കൂടെ വേണം. മങ്കി പ്ലെയർ ഒന്നെങ്കിൽ നിങ്ങൾ മങ്കി പ്ലെയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സാധാ മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ നീളമുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാലും മതി. പിന്നെ നമ്മൾ ബ്രേക്ക് പാഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു വേറൊരു പുറത്തുള്ള ഒരു കമ്പനിയുടെ ആട്ടോ ബ്രേക്ക് പാഡ് മേടിച്ചത്. കാരണം ഈ ഒരു ബ്രേക്ക് പാഡിന് ബ്രേക്ക് പാഡിന് ഏകദേശം 500 അടുത്ത് വില വന്നുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ 176 രൂപ. അതായത് 2-3 ബ്രേക്ക് പാഡ് മേടിക്കുക, ഒരു ഒറിജിനൽ മേടിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ മേടിച്ച് ഒരു ചാത്ത മേടിച്ചിട്ട് ഇടാന്ന് വെച്ചാൽ. പിന്നെ ഒരു 15,000 തൊട്ട് 20,000 കിലോമീറ്ററിലൊക്കെയാണ് ഈ ബ്രേക്ക് പാഡ് ഇതിനൊക്കെ സാധാ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയം ടൈമൊക്കെ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു 2 നട്ട് അതിന് തന്നെ ഊരണം. അതായത് നമുക്ക് ടയറും കാര്യങ്ങളൊന്നും കഴിക്കേണ്ടതില്ല. നമുക്ക് ഈ കാണുന്ന ഈ 2 നട്ടായിട്ട് കഴിക്കണ്ടേ, ഈ ഒരു നട്ടും പിന്നെ ഈ ഒരു നട്ടും. സാധാരണ സ്പീഡിലൊക്കെ ഓടിക്കുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ, അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു 10,000 താഴെ ഈ പറയുന്ന ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ തീരും, പെട്ടെന്ന് തന്നെ തീരും. നോർമലി ഇതുപോലത്തെ ബൈക്കൊക്കെ ആണെങ്കിൽ ഒരു 10,000 മേളിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തിക്കണ്ണമുണ്ട്, തിക്കാലാണ് ഈ കാലിബർ ഊരിപ്പോരുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കാലിബർ ഊരിയിട്ടുണ്ട്. നമുക്ക് ഈ ഡിസ്ക് പാഡിൻ്റെ അവസ്ഥ നോക്കി അറിയാം. ഫുള്ളും തീർന്നു പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ കഴിച്ച് കാണിക്കാം. ഈ ഒരു നട്ട് നമ്മൾ ഊരണം കേട്ടോ. ചില വണ്ടി, അതായത് ബജാജ് പോലെയുള്ള വണ്ടികൾക്ക് ഇതൊരു ചെറിയൊരു ലോക്കായിരിക്കും, ഒരു പിന്നായിരിക്കും കേട്ടോ. ആ പിന്നിങ് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവിടുത്തെ നട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് പാട് ഊരി എടുക്കാൻ പറ്റും. പിന്നെ ഈ അപ്പാച്ചി പോലെയുള്ള അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെ 2 നട്ട് വേണം. ആ 2 നട്ട് ഊരിയാണെങ്കിൽ ഡിസ്ക് ഊരി പോരാൻ പറ്റുള്ളൂ. ഈ ഒരു നട്ടിലാണ് ശരിക്കും ഡിസ്കിൻ്റെ ആ പാഡ് ശരിക്കും ലോക്കായിട്ട് കിടക്കണേ. ഇതുണ്ടല്ലേ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പുതിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ്. ഇത് ഇതായിട്ട് കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് തീർന്നു പോയിട്ടുണ്ട്. ശരിക്കും ഇത് ബ്രേക്ക് പാഡിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ്. ഈ ഒരു ചെറിയ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ തീരുന്നതനുസരിച്ചാണ് നമ്മൾ ഈ ബ്രേക്ക് പാഡിൻ്റെ ഫുള്ളും തീർന്നുള്ള മനസ്സിലാവണേ. ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. ഇത് വടിച്ച് വെച്ചേക്കുവാണ് ഓൾറെഡി. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് ഓവറായിട്ട് തീർന്നു കഴിഞ്ഞുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട് വരും. ഡിസ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടി കുഴിയൊക്കെ വരും. പിന്നെ കുറച്ചാൾ നമ്മൾ വേറെ പാടിട്ട് കഴിഞ്ഞാലും ഡിസ്ക് പിടിക്കത്തൊന്നുമില്ല. അത്ര പണ്ടത്തെ ബ്രേക്കിംഗ് ഒന്നും വരത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇവിടെയൊക്കെ പോളിഷൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ്. വേറെ ഈ മറ്റേ സ്റ്റീലൊക്കെ പോളിഷ് ചെയ്യാണ്ട് കുറച്ച് കഴിയുമ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ബ്രേക്ക് പാഡൊക്കെ ഒത്തിരി തീരണ മുമ്പ് നമ്മൾ മാറിക്കളയുകയാണെങ്കിൽ ഏറ്റവും കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഡിസ്ക് പോകാണ്ടിരിക്കും, ഡിസ്കിന് കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡിസ്ക് മാറേണ്ടേക്ക് വരും. പോളിഷ് ചെയ്താൽ അങ്ങനെ കുറച്ച് നാളത്തിനൊക്കെ നിൽക്കുള്ളൂ, ഒത്തിരി നാളത്തിനൊന്നും നിൽക്കത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം ഊരി കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് ഒന്ന് ചാടി പോകേണ്ടതെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കാണുന്ന പിസ്റ്റൺ ശരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അകത്തോട്ട് കയറ്റി വെക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മങ്കി പ്ലെയർ അല്ലെങ്കിൽ സാധാ ഒരു പ്ലെയർ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പഴയൊരു പാട് കയറ്റി വെച്ചിട്ട് അങ്ങ് തള്ളാൻ പോവാണ്. കണ്ടില്ല, പിസ്റ്റൺ ഞങ്ങൾ അകത്തോട്ട് ജസ്റ്റ് അങ്ങ് താത്തി വെച്ചിട്ടുണ്ട്. അപ്പുറം സൈഡിന് പോയി ജസ്റ്റ് താത്തി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും അതായത് ഈ ഒരു ബ്രേക്ക് പിടിക്കാൻ പോയേക്കരുത്. ഡിസ്ക് പാഡ് ഊരി കഴിയുമ്പോൾ ജാമായി പോകും. പിന്നെ ഡിസ്ക് പാഡ് ഊരിക്കാൻ ബ്രേക്ക് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാലിബർ ജാമായി പോകും. പിന്നെ ഇരട്ടി പണിയായിരിക്കും കേട്ടോ.
ഇപ്പോൾ ചില വണ്ടികളുടെ ഈ പിസ്റ്റൺ താഴാതേക്ക് വരും. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പ്ലെയർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാലും താഴാതേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ മുകളത്തെ ഈ 2 ഓയിൽ ക്യാപ്പിൻ്റെ 2 ബോൾട്ട് അയച്ചു കൊടുത്ത് കുറച്ചൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ എയർ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ സാധനം കുറച്ചുകൂടെ താഴാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതാണ് പിസ്റ്റൺ കുറച്ചുകൂടി താഴാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒന്നെങ്കിലും മങ്കി പ്ലെയർ യൂസ് ചെയ്ത് താത്തുക, ഇല്ലെങ്കിൽ ചെറിയൊരു പ്ലെയർ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് പുഷ് ചെയ്താൽ മതി. ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ താന്നോളും. ഫുള്ളായിട്ട് താഴണം. അതായത് ആ ഫുള്ളായിട്ട് ലെവലായമാണ് നമുക്ക് ബ്രേക്ക് പാഡ് ഇടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഡിസ്കിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഈ ക്യാം ജസ്റ്റ് ഒന്ന് ഊരാം കേട്ടോ. ക്യാം ഊരിട്ട് കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു മൂവ്മെൻറ്റിന് എളുപ്പത്തിന് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. തട്ടിക്കഴിഞ്ഞാൽ ഊരി പോകുന്നോളൂ. അത് ഈ 2 ഭാഗം. അത് ക്യാം ഊരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ഇവിടെ കുറച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ബ്രേക്കിംഗ് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഗ്രീസ് ഇടാൻ പോകണം. കുറച്ച് ഗ്രീസ് എടുത്തതിൻ്റെ അകത്തേക്ക് തൂത്താൽ മതി. അതുപോലെ ഇപ്പുറത്തെ ഹോളിൽ 2 അടുത്ത് ആ ക്യാമിൻ്റെ 2 ഹോൾസിൽ കുറച്ച് ഗ്രീസ് തൂക്കുക. എന്നിട്ട് പഴയപടി തിരിച്ച് കയറ്റി വെച്ചാൽ മതി. മതി. നമ്മളിനി പഴയപടി തന്നെ അത് അങ്ങോട്ട് തന്നെ കയറ്റി വെക്കണം. പയ്യൊന്ന് കയറ്റി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കയറിക്കോളും. കയറിയിട്ട് ഫുള്ളായിട്ട് കയറിയില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലെയർ എന്തെങ്കിലും ചുറ്റി പോലെ സാധനം ചെറിയ തട്ടി അകത്തോട്ട് ഫുള്ളായിട്ട് കയറ്റി വിടുക. ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഗ്രീസ് ഇട്ടുകൊണ്ട് കയറാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളിനി ഇവിടെ ഈ ഇതിൻ്റെ പിസ്റ്റൻ്റെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കളയണം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലൊരു ബ്രേക്ക് പാഡ് ഊരി കഴിയുമ്പോൾ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചാടി പോകുന്ന കഴിയുമ്പം ഇതാണ് ശരിക്കും പ്ലേറ്റ് ഉണ്ടല്ലോ. ഈ ഒരു പ്ലേറ്റ് ജസ്റ്റ് അതെവിടെ തന്നെ തിരിച്ച് കയറ്റി വെക്കണം. ഉണ്ടല്ലോ ഈ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ തൂത്തിട്ട് വേണം ഇടാനായിട്ട്. ഈ ഒരു പ്ലേറ്റ് ചിലപ്പം പാഡ് ഊരി കഴിയുമ്പോൾ ചാടിപ്പോയി ആ പൊസിഷൻ കൃത്യമായിട്ട് നോക്കി വെക്കുക. എന്നിട്ട് വേണം ഇടാനായിട്ട്. വേറെ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നോക്കി ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ ഈ സ്റ്റീൽ ഇതുപോലെ തന്നെ പഴയ ആ പൊസിഷനിലേക്ക് തന്നെ പതിയെ കയറ്റി വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പഴയ സ്റ്റീലിൻ്റെ ഇത് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആ പൊസിഷനിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ വേണമെങ്കിൽ ബ്രേക്ക് പാഡിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണ്. ബ്രേക്ക് പാഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതേപോലെ തന്നെ തിരിച്ച് കയറ്റി വെക്കണം. പഴയ ബ്രേക്ക് പാഡ് ജസ്റ്റ് ഒന്ന് ആ ഒരു പൊസിഷനും കാര്യങ്ങളും എങ്ങനെ കയറ്റി വെക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് പുതിയ ബ്രേക്ക് പാടുമ്പോൾ അതേപോലെ തന്നെ കയറ്റിയിടുക. 2 ബ്രേക്ക് പാഡും ഇതുപോലെ തന്നെ കയറ്റി വെച്ചതിന് ശേഷം നെട്ടെന്ത് കറക്റ്റ് ആ പൊസിഷൻ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ നെട്ടുണ്ടാകും. നെട്ടെടുത്ത് കറക്റ്റ് ഇതിലൂടെ കയറ്റിയിടണം. എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. എന്നിട്ട് ഈ ജസ്റ്റ് ഈ ഒരു കാണുന്ന ബ്രേക്ക് പാഡ് നകത്തിയതിന് ശേഷം വേണം തിരിച്ച് കയറ്റിയിടാനായിട്ട്. വയ്ക്കുമ്പോൾ കാണിച്ച് ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ക്രൂ. ഒരു മൈനസിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്കുക. നമുക്ക് കയറാൻ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ടാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾ കാലിബറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പാട് ഊരിയിട്ട് കുറച്ച് അകത്തേക്ക് ആ പിസ്റ്റൺ തള്ളിയോണ്ട് നമുക്ക് ഈ ഡിസ്ക് പാഡ് കയറ്റി വയ്ക്കുമ്പോൾ വലിയ പാടൊന്നുമില്ല കയറി പോകാനായിട്ട്. കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ തിരികെ അതുപോലെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. കയറ്റി വെച്ചതിന് ശേഷം
ആ 2 നട്ടും കാര്യങ്ങളും ഇട്ട് ടൈറ്റ് ചെയ്യുക. എത്ര ഉള്ളൂ സംഭവം, എത്ര ഉള്ളൂ. അപ്പോൾ നമ്മൾ പഴയ പോലെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര ഉള്ളൊരു ഏകദേശം 5 മിനിറ്റ് ആകാണ്ട് എടുത്തിട്ടുള്ളൂ ആകെ മാറാനായിട്ട്. ഇനി 2 നട്ടും കാര്യങ്ങളും കൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡിൻ്റെ മാറുന്ന പരിപാടി കംപ്ലീറ്റ് തീർന്നു. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് പാഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പ മാർഗ്ഗമുണ്ട്. അതായത് ജസ്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് അതായത് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. പിന്നെ കഴിവതൊരു 16 കിലോമീറ്റർ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക തീർന്നിട്ടുണ്ടോ എന്ന്. 100 നോക്കിയാലും മതി, ജസ്റ്റ് 100 നോക്കിയാലും മതി. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക് കയറി പിടിക്കും. ഡിസ്ക് കയറി പിടിച്ച് കഴിഞ്ഞാൽ ഡിസ്ക് കുഴിയൊക്കെ വരും കേട്ടോ. കുഴിയും സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ വരും. ഇതിലിപ്പോൾ കുഴി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് മറ്റേ നമുക്ക് ഈ പാത്രം കണ്ട സ്ക്രബ്ബറൊക്കെ ഇട്ടൊന്ന് പതിയെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പാടൊക്കെ കുറച്ച് പോയി കിട്ടും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പം ബ്രേക്ക് ഇനി ഈ പറയുന്ന ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താലാണ് ബ്രേക്ക് ഫുള്ളായിട്ടായി വരുള്ളൂ. 2 പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോഴത്തേനും ഫുള്ളായി ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്കാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് പാഡ് മാറ്റിയ സംഭവങ്ങളും കാര്യങ്ങളും ഫുള്ളായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഞായറാഴ്ചയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ബ്രേക്ക് പാഡൊക്കെ മാറാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.